ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇതെൻ്റെ ഫസ്റ്റ് റീഡിംഗ് ആണ് ന്യൂ ഇയറിന്, മീൻസ് 2024-ൻ്റെ ഇതൊരു ഫസ്റ്റ് റീഡിംഗ് ആണ്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് റീഡിംഗ് ആയതുകൊണ്ട് 1-1 പോർട്ടലിൽ ഇത് 2024-ൽ ഏത് കവാടമാണ് അല്ലെങ്കിൽ ഏത് വഴിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസൊനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഫ്രണ്ട്സ്, എല്ലാവരും കഴിഞ്ഞ വർഷം എൻ്റെ ചാനലിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വർഷവും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ വർഷവും എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ 1-1 പോർട്ടലിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് എന്താണ് നമ്മൾക്ക് കാണിച്ചു തരണമെന്ന് നോക്കാം. ഓക്കെ, റൊമാൻസ്. ഓക്കെ, ചിലവരുടെ ജീവിതത്തിൽ റൊമാൻസ് ആണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പി ചേഞ്ചസ് ആണ് വരാൻ പോണത്. അതേമാതിരി തന്നെ നിങ്ങൾ വല്ലതുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ മീൻസ് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മീൻസ് ഇപ്പോൾ കൂടുതൽ ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. മീൻസ് കുറേ കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. ലെറ്റ് ഗോ ചെയ്താലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് കറണ്ട് സിറ്റുവേഷൻ എന്താണോ അതിൽ നമ്മൾക്ക് എന്തെങ്കിലും മീൻസ് ഒരു ഹാപ്പിനെസ് വേണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മുന്നിൽ പോകാനുള്ള ഒരു വഴിയും കാണില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ട്രെങ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ പാസ്റ്റിൽ അല്ലെങ്കിൽ 2023-ൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി ചേഞ്ചസ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലെറ്റ് ഗോ ചെയ്യാൻ നമ്മൾക്ക് ഫിസിക്കലി മീൻസ് നമ്മളുടെ ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാവരും പറയും, ഈവൻ എന്നെ കൊണ്ടുമൊക്കെ അത്രയ്ക്കൊന്നും പറ്റില്ല മെഡിറ്റേഷൻ ചെയ്യാൻ. അപ്പോൾ കൂടുതലും നമ്മൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈശ്വരനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മീൻസ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈശ്വരനിൽ ഭക്തിയായിട്ടോ അല്ലെങ്കിൽ ഭക്തി മാത്രം കൊണ്ട് നടക്കണം എന്നല്ല പറയണത്. എന്നാലും നമ്മൾ എത്രത്തോളം ഈശ്വരനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളെ അറിയുന്നു, നമ്മളെപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ്, മീൻസ് മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും സങ്കടം വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം സ്വയം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വണ്ടി ഓട്ടിക്കാൻ നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈവറെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ ചിലപ്പോൾ ഓല വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല, എന്നാൽ പിന്നെ നമ്മളുടെ വണ്ടി ഉണ്ട് നമ്മളുടെ കയ്യിൽ, എന്നാൽ നമുക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല. പക്ഷേ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓല വിളിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് വരില്ലായിരിക്കും, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സിനെ നോക്കും, എപ്പോഴാണ് ഒഴിവ്, എന്താ ഒഴിവ്, അത് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്നില്ല പറഞ്ഞാൽ ആ കാര്യം നമ്മളുടെ മുടങ്ങും, ആ കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഡ്രൈവിംഗ് അറിയണം, നമ്മളുടെ അടുത്ത് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ തനിയെ പോവാമല്ലോ, നമുക്ക് എവിടെ എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എത്താമല്ലോ. അപ്പോൾ ആദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിവുകൾ എന്താണോ, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് എന്തുകൊണ്ട് നമുക്ക് ആ സിറ്റുവേഷൻ വരുന്നു അതിനെ ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കുക. അതാദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മറ്റുള്ളവരെ നിന്നിട്ട് അധികം ഡിറ്റാച്ച് ആവാനാണ് പറയുന്നത്. ഡിറ്റാച്ച് ആവാൻ ഇൻ ദ സെൻസ് ഫിസിക്കലി ഡിറ്റാച്ച് ആവണം എന്നല്ല. മീൻസ് ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ആ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറുകയല്ല. നമ്മൾ ആ പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ പേഴ്സണ് ഒരു ഹിൻറ്റ് കൊടുക്കണം. നിങ്ങൾ എന്നെ ഇത്രയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ മീൻസ് അത് ഒരു സ്മാർട്ട്ലി ആ
പൊസിഷൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ്, അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാലേ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി ചേഞ്ചസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ആ ചേഞ്ചസ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു ശാന്തമായിരിക്കണം, നമ്മളുടെ മനസ്സ് ശാന്തമായിരിക്കണം, അതേമാതിരി തന്നെ നമ്മളുടെ മൈൻഡ് ശാന്തമായിരിക്കണം. എന്നാലേ അതിനൊക്കെ നമ്മൾക്ക് കഴിയുള്ളൂ. അപ്പോൾ നമ്മളുടെ സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്യണം. മീൻസ് ന്യൂ ഇയർ തൊട്ട് നമ്മളത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യണം, നമ്മളുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യണം. നമ്മളെപ്പോഴും പറയില്ല എന്നും കുളിക്കും, നമ്മളുടെ ശരീരത്തിനെ എന്നും ക്ലീൻ ചെയ്യും, പക്ഷേ നമ്മളുടെ മനസ്സിനെയും മൈൻഡിനെയും ക്ലീൻ ചെയ്താലേ നമ്മളുടെ ജീവിതം എപ്പോഴും ഒരു പീസ്ഫുള്ളായിട്ട്, നമ്മളെപ്പോഴും പറയില്ല പീസ്ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ എന്നും പീസ്ഫുൾ ആവണം എന്നല്ല. നമ്മളുടെ ജീവിതത്തിൽ ഓരോ ചാലഞ്ചസ് വരും, ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏഞ്ചൽസ് അതാണ് ഈ 1-1 പോർട്ടൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. നമ്മളാണ് ഏറ്റവും വലിയ ഒരു ടീച്ചർ, നമ്മൾക്ക് ഉള്ള ഒരു ടീച്ചർ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലെ ടീച്ചർ നമ്മൾ തന്നെയാണ്. നമ്മളെങ്ങനെയാണോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണത് അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ കഴിവ് തന്നെയാണ്. അത് ചിലപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ കണ്ടുപഠിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കാം. അതേമാതിരി തന്നെ ചിലവരുടെ ജീവിതത്തിൽ ഇവിടെ കാണുന്നുണ്ട് റൊമാൻസ് ഉണ്ട്. റൊമാൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചിലവരുടെ മീൻസ് ലാസ്റ്റ് ഇയറിൽ എന്തെങ്കിലുമൊക്കെ കേടായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം തൊട്ട് അതൊരു സിറ്റുവേഷനൊക്കെ ഇമ്പ്രൂവ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. അതേമാതിരി തന്നെ അവരുടെ ജീവിതത്തിലും കുറേ ചേഞ്ചസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളാദ്യം നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻസ് ഒക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ കുറച്ചൊരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താണ് നമ്മൾക്ക് തരണത് എന്ന് നോക്കാം. ഇതൊരു ചെറിയ റീഡിംഗ് ആണ്, അപ്പോൾ ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ആക്ച്വലി ഈ വർഷം തൊട്ട് എല്ലാവർക്കും മീൻസ് കുറേ പേര് ടാരോ കാർഡ് റീഡിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട്. അതേമാതിരി തന്നെ വേറെ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറേ പേര്, ഈവൻ യങ്ങസ്റ്റേഴ്സ് പോലും പോകുന്നതായിട്ടാണ് കാണുന്നത്. ഗ്രീൻ താര മീൻസ് സുപ്രീം പ്രൊട്ടക്ഷൻ, മീൻസ് യു ആർ പ്രൊട്ടക്റ്റഡ്, യുവർ ഫാമിലി ഈസ് പ്രൊട്ടക്റ്റഡ്, യുവർ റിലേറ്റീവ്സ് ആർ പ്രൊട്ടക്റ്റഡ്. എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ സ്വയം നമ്മളെ സൂപ്പർ പ്രൊട്ടക്റ്റഡ്. ഫ്രണ്ട്സ്, 2024 പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സിറ്റുവേഷനും നമ്മൾക്ക് നെഗറ്റീവായിട്ട് വരില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഹനുമാൻജി മാതിരിയാണ്. ഹനുമാൻജി എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ കലിയുഗത്തിലെ ഒരു ഈശ്വരനാണ് ഹനുമാൻജി എന്ന് എല്ലാവരും നമ്മൾ പറയില്ല. അതേമാതിരി തന്നെ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫാണ്, നമ്മൾ സേഫാണ്. ആരാണോ ഈ റീഡിംഗ് കാണുന്നത് അവർ ശരിക്കും എല്ലാവരും സേഫാണ്. ഗ്രീൻ താര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം പ്രൊട്ടക്ഷനാണ്. നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്റ്റഡ് മീൻസ് ഫിസിക്കലി, മെൻ്റലി ആൻഡ് സ്പിരിച്വലി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതേമാതിരി തന്നെ ചില കോട്ട്സ് ഉണ്ട്. ചില കോട്ട്സ് എന്ന് പറഞ്ഞാൽ അത് കോട്ട് കട്ടിങ് എന്താണെന്ന് നിങ്ങളൊക്കെ നോക്കുക. ഇവിടെ മീൻസ് ഇതിൽ സെർച്ച് ചെയ്ത് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ ജീവിതത്തിൽ മുന്നിൽ പോവാൻ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനെ പോസിറ്റീവായിട്ട് പോവാൻ ആരൊക്കെ നമ്മളെ ആ സിറ്റുവേഷനിൽ ഒരു ബ്ലോക്കേജ് ആയിരിക്കുന്നോ അവരുമായിട്ടുള്ള കോഡ് കട്ടിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ചെയ്തു പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നിൽ പോവാൻ ഒരു നമ്മൾ തന്നെ ആയിരിക്കും സഹായിക്കുക. ഓക്കെ.